ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപറ്റം പുതുമുഖ താരനിരയുമായി നവാഗതനായ വിനോദൊക്കെ സംവിധാനം ചെയ്ത് ഈ മെയ് മാസത്തിന്റെ അവസാന വാരം കൂടിയായ ഇന്ന് മെയ് 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മൂൺവാക്ക്. എല്ലാ മേഖലയിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സംവിധായകനായ വിനോദൊക്കെ, മാത്യു വർഗീസ്, സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. മാജിക് ഫ്രെയിംസ്, ആമേൻ മൂവി, ഫയർവുഡ് ഷോ എന്നിവയുടെ ബാനറിൽ പ്രമുഖ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിസ്റ്റിൻ സ്റ്റീഫൻ, ജസ്നി അഹമ്മദ് എന്നിങ്ങനെ 3 പേർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ അനുനാഥ്, കൃഷി കൈനിക്കര, സിദ്ധാർത്ഥ്, ബി സുജിത് പ്രഭാകർ, അർജുൻ മണിലാൽ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അണിനിരുന്നത്. ആദ്യം മുതൽ അവസാനം വരെയും പ്രേക്ഷകരെ പിടിച്ചിരുന്ന മനോഹര സിനിമ എന്ന വിശേഷണമാണ് പൊതുവെ വന്നിട്ടുള്ളത്. വിനോദ് ഏക്കയുടെ മികച്ച സംവിധാനം, ചിത്രത്തിലെ മികച്ച നൃത്തങ്ങൾ, ആകർഷകമായ സംഗീതം, അതിലുപരി അൻസാർ ഷായുടെ മികച്ച ഛായാഗ്രഹണം, ദീപു ജോസഫ്, കിരൺ ജാസ് എന്നിവരുടെ എഡിറ്റിംഗും വളരെ മികച്ചതാണ്. ചിത്രത്തിന്റെ സംഗീതം പാർന്നത് പ്രശാന്ത് പിള്ളയുമാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇനി കേരളത്തിൽ ഏറ്റവും മികച്ച ഹോർഡ് നിലർത്തി മുന്നേറുന്ന നരിവേട്ട എന്ന ടോവിനോ ചിത്രത്തിലേക്ക് വന്നാൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായി 8ാം ദിവസമാണ് ഇന്ന് കടന്നുപോകുന്നത്. നരിവേട്ടയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ വിശദമായ കേരള കളക്ഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ ചിത്രം തിയേറ്ററിലെത്തിയ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 5,53 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 4ാം ദിവസമായ തിങ്കളാഴ്ച 1,10 ലക്ഷം രൂപയും 5ാം ദിവസമായ ചൊവ്വാഴ്ച 1,03 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ 6ാം ദിവസമായ ബുധനാഴ്ച 90 ലക്ഷം രൂപയും 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച 80 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. ആദ്യ 7 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 9,36 ലക്ഷം രൂപയാണ്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 85 ലക്ഷം റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 10,10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം നരിവേട്ടയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി വിവിധ ട്രാക്കേഴ്സ് വ്യത്യസ്തമായ രീതിയിലുള്ള ഡാറ്റയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക്കിന്റെ കളക്ഷൻ ഡാറ്റ പ്രകാരം ഇന്നലെ വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി 11,40 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 7 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 7,60 ലക്ഷം രൂപയുമാണ്. ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 19 കോടി രൂപയാണ് ആദ്യ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ചില മലയാളി ട്രാക്കർമാരുടെ കളക്ഷൻ ഡാറ്റ പ്രകാരം ആദ്യ 7 ദിവസം കൊണ്ട് ഈ സിനിമ 16,25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 15 കോടിയും സ്വന്തമാക്കിയിരുന്നു. മെയ് 23 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ധ്യാൻ ശ്രീനിവാസൻ നായകനായി നവാഗതരായ ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 23 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഇന്നലെ വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2,85 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 3,10 ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 4.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ദിലീപിന്റെ 150ാം സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമ നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്തത്. മെയ് 9 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, ഉർവശി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രം 21ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 24 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 21 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 15,30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 22ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 22 ദിവസം വരുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 15,50 ലക്ഷം റേഞ്ചിലാണ്. സിനിമയുടെ 22 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 22,53 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നവാഗതനായ മനു സ്വരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് പടക്കളം. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയബാബു നിർമ്മിച്ച ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ്, നിരഞ്ജന അനൂപ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം തിയേറ്ററിലെത്തി 22ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 20 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ടോട്ടൽ 10,70 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 22 ദിവസത്തെ കേരള കളക്ഷൻ. 23ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 20 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 23 ദിവസം കൊണ്ട് 11 കോടിയോളം രൂപ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 15.5-16 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നവാഗതനായ ജിയോ ജോർജ് സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആസാദി. ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി, സൈജു കുറുപ്പ്, രവീണ രവി, വാണി വിശ്വനാഥ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 38 ലക്ഷം രൂപ മാത്രമാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 55-60 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. മെയ് 1 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. നവാഗതനായ അഭിഷാന്ത് ജീവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ, സിമ്രാൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ വരുന്ന ജൂൺ 2 OTT റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഇന്നലെ വരെയുള്ള ആദ്യ 29 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ആദ്യ 29 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 70,40 ലക്ഷം രൂപയാണ്. 14 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 29 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 85,35 ലക്ഷം രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.